CPIM പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്ന് നടക്കും. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് 72 മിനിറ്റാണ് സംസാരിക്കാൻ അവസരം ലഭിക്കുക. PK ബിജു, MB രാജേഷ്, PA മുഹമ്മദ് റിയാസ്, KK രാഗേഷ്, ഡോക്ടർ R ബിന്ദു, ഡോക്ടർ TN സീമ, ജെയ്ക് സി തോമസ്, M അനിൽകുമാർ എന്നിവരായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക. വിശദവിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നുണ്ട് മധുരയിൽ നിന്ന്. ലിജോ, എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ ഇന്നിപ്പോൾ ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്നു, ചർച്ച ഇന്ന് ആരംഭിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ ചർച്ചയുടെ സ്വഭാവം? പൂർണ്ണമായും ഒരു സ്വയം വിമർശനപരമായ ചർച്ച എന്ന നിലയ്ക്കായിരിക്കുമോ ഇത് പുരോഗമിക്കുക? എന്തെല്ലാമാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ പ്രതിനിധികൾ കൂടുതലും താമസിക്കുന്ന തമിഴ്നാട് ഭവനിലാണ്. അവിടെ നേതാക്കൾ പലരും രാവിലെയൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നൊരു സമയത്താണ്. ഏതായാലും ഇന്ന് പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ ഗൗരവമേറിയ ചർച്ചകളിലേക്ക് മുമ്പോട്ട് പോകുന്നൊരു ദിവസമാണ്. രാഷ്ട്രീയ പ്രമേയത്തിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ റിപ്പോർട്ടിലും ഇന്ന് ചർച്ച നടക്കും. ആ രണ്ട് ചർച്ചകളാണ് ഇത് നടക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ചർച്ചകൾ മുമ്പോട്ട് പോകുന്ന തരത്തിലാണ് ഇന്നത്തെ കാര്യപരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണിയോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം കർണാടകയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ, കൃഷ്ണഗൌഡ് അടക്കമുള്ള ആളുകൾ ഇന്ന് പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇവിടെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ശക്തി എന്ന വിഷയത്തിലാണ് ഒരു പ്രസംഗവും അതോടൊപ്പം തന്നെ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അതോടൊപ്പം തന്നെ കർണാടകത്തിന്റെയും മന്ത്രിതല പ്രാതിനിധ്യമുള്ള ഒരു പരിപാടിയാണ്. ആ തരത്തിൽ ഒരു ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലെ നേതാക്കൾ സംസാരിക്കുന്നു എന്നത് ആ പരിപാടിയുടെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് TN സീമ അടക്കമുള്ള ഒരു യുവതലമുറ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ആളുകളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുഹമ്മദ് റിയാസ്, PK ബിജു അടക്കമുള്ള, ജെയ്ക് സി തോമസ് അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. 1 മണിക്കൂറും 12 മിനിറ്റുമാണ് സംസാരിക്കാനുള്ള അവസരം. ഇന്നലെ തന്നെ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇന്നലെ തന്നെ നമ്മൾ പുറത്ത് വിട്ടിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വീഴ്ച പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം വിമർശനം പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. 25% എന്ന കൽക്കത്ത പാർട്ടി പ്ലീനം പറഞ്ഞുറപ്പിച്ച് അത് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വെറും 13% മാത്രമാണ് കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും സംസ്ഥാന സമിതിയിൽ പോലുമുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം. അത്തരത്തിലുള്ള കുറവ് ഉണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായ ഒരു തൊഴിലാളി പാർട്ടി അല്ലെങ്കിൽ തൊഴിലാളി ഉള്ള ആളുകൾക്ക് വലിയ തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആ പാർട്ടിയിൽ അവിടെ ആ മേഖലയിലും പ്രവർത്തിക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും, പ്രത്യേകിച്ച് ഹിന്ദുത്വ ഐഡിയോളജിയിൽ കടന്നുകയറ്റം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിമർശനമുണ്ട്. അത്തരത്തിലുള്ള ഗൗരവമായ ചർച്ചകളാണ് ഇന്ന് നടക്കുക. വൈകുന്നേരം MK സ്റ്റാലിൻ പങ്കെടുക്കുന്ന പരിപാടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ ഇന്ന് പാർട്ടി കോൺഗ്രസിലുള്ളത്. ഹർഷൻ. തീർച്ചയായും ലിജോയാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായി നിരന്തരം സാമൂഹ്യ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും അഭിപ്രായമുള്ള പാർട്ടി എന്ന നിലയ്ക്ക് സംശയം വേണ്ട. അക്കാര്യത്തിൽ ഈ വനിതകളുടെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കൃത്യമായ ആലോചനകളും ഇടപെടലും ഈ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടാവണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ദളിത് പ്രാതിനിധ്യം, മറ്റ് പ്രാതിനിധ്യങ്ങൾ, യുവജന പ്രാതിനിധ്യമൊക്കെ പാർട്ടി ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് പാർട്ടി കോൺഗ്രസ് ഇത്തവണ നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.